നമസ്കാരം. മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം. ബംഗാളിൽ എന്നതുപോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവസാന മണി മുഴങ്ങുമെന്ന ചില കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടലുകൾക്ക് കനത്ത ആഘാതമേകിയാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് പാർട്ടി സംവിധാനത്തെ അടിമുടി പുതുക്കിപ്പണിയാൻ കഴിയുന്നുവെന്നത് ചെറിയ കാര്യമല്ല. MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ 17 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റി രൂപീകരണം നേരിയ അലോസര സ്വരം പോലും ഉയർത്താതെയാണ് നടന്നതെന്നതും എടുത്തു പറയുക തന്നെ വേണം. തുടർഭരണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി സാമ്പത്തിക നയത്തിലടക്കം ഒട്ടേറെ വിട്ടുവീഴ്ചകൾക്ക് വഴിയൊരുക്കിയാണ് സമ്മേളനം സമാപിച്ചതെന്നതും കാണേണ്ടതുണ്ട്. പാർട്ടിയിലെ അവസാന വാക്ക് പിണറായി വിജയൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങിയിരിക്കുന്നത്. അതിൽ തെല്ലുപോലും അതിശയോക്തി ഇല്ലാതാനും. വിവിധ ജില്ലകളിലെ സമ്മേളനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് തൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഭരണവിരുദ്ധ വികാരവും വിഭാഗീയതയുമെല്ലാം സമ്മേളനങ്ങളിൽ ചർച്ചകളായി മാറിയപ്പോഴും പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ അടക്കം കുറ്റാരോപണങ്ങൾ ഉയർത്തിയപ്പോഴും അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വലിയ അളവോളം പിണറായി വിജയൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെയാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുമെന്നതും ഉറപ്പാണ്. അതേസമയം പിണറായിയുടെ പ്രായവും അനാരോഗ്യവും പാർട്ടിക്ക് പരിഗണിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് പിൻബലമേകി യുവനേതാക്കളുടെ ഒരു നിരയെ തന്നെ അണിനിരത്താനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടിയാണ് സംസ്ഥാന സമ്മേളനം വിഭാവനം ചെയ്തിരിക്കുന്നത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, MB രാജേഷ് തുടങ്ങിയ നേതാക്കളുടെ മുൻകൈയിലായിരിക്കും അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുക. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരെ സംസ്ഥാന നേതൃനിരയിലേക്ക് ഉയർത്തിയതുപോലും വ്യക്തമായ കണക്കുകൂട്ടലുകളോടെ തന്നെയാണ്. ഏത് വിധേനയും തുടർഭരണം ഉറപ്പുവരുത്തുക എന്നത് പാർട്ടിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അത് അത്രയൊന്നും എളുപ്പമല്ലെന്ന് നേതൃത്വത്തിന് നന്നായി അറിയുകയും ചെയ്യാം. കേരള ഭരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കൈമോശം വന്നാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത പാർട്ടിയായി CPM മാറുകയും ചെയ്യും. ഒന്നാം പിണറായി മന്ത്രിസഭയെ അപേക്ഷിച്ച് രണ്ടാം മന്ത്രിസഭയ്ക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജനകീയ പിന്തുണയോടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുകയും സ്വീകാര്യത തിരിച്ചുപിടിക്കുകയും ചെയ്യണമെന്നതാണ് CPM ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി സംസ്ഥാന ഭരണത്തിനെതിരായ വികാരമല്ലെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ എത്താതിരിക്കാനുള്ള സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലാണ് കോൺഗ്രസിന് അനുകൂലമായ വികാരം കേരളത്തിൽ ഉയർന്നതെന്നാണ് CPM അവകാശപ്പെടുന്നത്. വലിയ അളവോളം ഇത് ശരിയാണ് താനും. അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടത് ചേരിക്ക് മുൻതൂക്കം ലഭിച്ചതും അവർ എടുത്തു കാണിക്കുന്നുണ്ട്. സമീപകാല രാഷ്ട്രീയ അവസ്ഥയെ വിലയിരുത്തുമ്പോൾ ഹൈന്ദവ മേഖലകളിൽ നിന്നും ഇടത് കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ പ്രീണനത്തിന് CPM മുൻതൂക്കം നൽകുന്നു എന്ന BJPയുടെയും കോൺഗ്രസിൻ്റെയും വാദമുഖങ്ങൾക്ക് കിട്ടിയ സ്വീകാര്യതയാണിതിന് പ്രധാന കാരണം. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ നിന്നാകട്ടെ അനുകൂല പ്രതികരണങ്ങൾ ലഭിക്കാതെയുമായി. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള ന്യൂനപക്ഷ സംഘടനകൾ UDFൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തു. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി BJP അടിവേരുകൾ ശക്തമാക്കാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ മേഖലകളിലെ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം തകർത്താണ് അവിടങ്ങളിൽ BJP കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ വിധം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമ്മേളനത്തെ വേറിട്ട് നിർത്തുന്നത്. വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് പുതിയ വികസന നയം അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇടതുമുന്നണിക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ ഇനി നേരിടാൻ കഴിയുകയുള്ളൂ. സ്വകാര്യ മൂലധനം സ്വീകരിച്ചുകൊണ്ടല്ലാതെ വികസന അന്തരീക്ഷം സൃഷ്ടിക്കാനാവില്ല എന്ന തിരിച്ചറിവിലൂടെ നവകേരള നയം സമ്മേളനത്തിൽ പിണറായി പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാകുന്നതും ഈ സന്ദർഭത്തിലാണ്.
കേരളത്തിലേക്ക് സ്വകാര്യ കോർപ്പറേറ്റുകളെ എതിരേൽക്കാനുള്ള പദ്ധതിയായിട്ടും സംസ്ഥാന സമ്മേളനം അതിന് അംഗീകാരം നൽകുകയായിരുന്നു. ഈ വിധത്തിലുള്ള മൂലധന സമാഹരണത്തിലൂടെ കേരളത്തിന് പുതിയ വികസനമുഖം നൽകാമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ഗുണകരമായി മാറുമെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ വിധത്തിൽ ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടി മെഷീനറി ശക്തമാക്കാൻ CPM-ന് കഴിയുമ്പോൾ കോൺഗ്രസിലെ സംഘടനാ ദൗർബല്യം നാൾക്കുനാൾ രൂക്ഷമായി വരികയാണെന്നതും കാണേണ്ടതുണ്ട്. നോമിനേഷൻ ശൈലിയിലല്ലാതെ ഈ വിധമൊരു സമ്മേളനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുകയില്ല. പരസ്പരം കാലുവാരി നേതാക്കളെ വെട്ടിമലർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സർക്കാരിനെതിരെ വീണുകിട്ടുന്ന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പോലും കോൺഗ്രസിനോ സഖ്യകക്ഷികൾക്കോ കഴിയുന്നതുമില്ല. ആശാവർക്കർമാർ നടത്തുന്ന സമരം പോലും മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റാൻ ഇതുവരെയും UDF-ന് കഴിഞ്ഞിട്ടില്ല എന്നതും ഇതോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. വിഭാഗീയ സ്വരങ്ങളെ അടിച്ചമർത്തിയും സംഘടനാ സംവിധാനത്തെ പുതുക്കിപ്പണിതും CPM സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ തുടർ ഭരണത്തിലേക്കുള്ള കടമ്പകൾ ഒന്നൊന്നായാണ് പിണറായിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും നേതൃത്വത്തിൽ ഇടതുപക്ഷം താണ്ടാൻ ശ്രമിക്കുന്നതെന്നതും കാണാതെ വയ്യ. ഈ വിധം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ UDF നേതൃത്വത്തിന് എത്രമാത്രം കഴിയുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.